എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ഡിസംബർ 13 വെള്ളിയാഴ്ച തൃക്കാർത്തികയിൽ അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ഈ ദിവസം എങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിക്കും പ്രിയപ്പെട്ടതായി എന്നും നമുക്ക് മനസ്സിലാക്കാം. വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തിക നാളും ചേർന്ന് വരുന്ന ഈ ദിവസം കേരളത്തിലെ ദേവീ ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം കൂടിയാണ് തൃക്കാർത്തിക. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദേവിയുടെ ജന്മനാളാണ്. ഈ ദിവസം ആദിപരാശക്തിക്കും മുരുക ഭഗവാനും ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ആദ്യമായി നമുക്ക് തൃക്കാർത്തിക ദിവസത്തിൻ്റെ ഐതിഹ്യങ്ങൾ മനസ്സിലാക്കാം. പാലാഴി മഥന സമയത്ത് ലക്ഷ്മി ദേവി സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ആവിർഭവിച്ചത് തൃക്കാർത്തിക ദിനത്തിലാണ് എന്നും പറയുന്നു. അതിനാൽ തന്നെ തൃക്കാർത്തിക ആചരിക്കുന്നവർക്ക് ലക്ഷ്മി കടാക്ഷമുണ്ടാകുന്നു. കൂടാതെ താരകാസുര പുത്രന്മാരായ ത്രിപുരന്മാരെ നിഗ്രഹിച്ചു വരുന്ന മഹാദേവനെ ദേവി ദീപങ്ങൾ തെളിയിച്ച് സ്വീകരിച്ചതായും തൃക്കാർത്തികയായി ആഘോഷിക്കുന്നു എന്നും പറയുന്നു. ഇതുകൂടാതെ യശോദാമ്മയുടെ മകളായി പിറന്ന മായാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും തുളസി ദേവിയുടെയും ജന്മനാളായി വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക കൊണ്ടാടുന്നു. ഇതുകൂടാതെ മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ സ്തുതിക്കുന്ന ദിനം കൂടിയാണ്. ഈ ദിനത്തിലാണത്രേ മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞ് ദേവി വരുന്നതും ദേവിയെ സ്തുതിക്കുന്നതും ദീപം കൊളുത്തി വരവേൽക്കുന്നതും തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് എന്ന് ദേവി പുരാണത്തിൽ പറയുന്നുണ്ട്. ഇനി തൃക്കാർത്തിക എങ്ങനെ ആഘോഷിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദിവസം വീടും പരിസരവും വൃത്തിയാക്കി സന്ധ്യയ്ക്ക് കാർത്തിക ദീപം തെളിയിച്ച് ആഘോഷിക്കുന്നതിലൂടെ നമ്മുടെ ഇനി വരാനിരിക്കുന്ന ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും കഷ്ടതകളും ഇല്ലാതായി സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം തന്ന് ദേവി അനുഗ്രഹിക്കുന്നതായാണ് വിശ്വസിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയിൽ ഈ ദിവസം സന്ധ്യാസമയത്ത് ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന സങ്കല്പത്താൽ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് കാർത്തിക ദീപങ്ങൾ തെളിയിച്ച് ഭക്തിയോടെ ദേവി കീർത്തനങ്ങൾ ജപിക്കുന്നു. മൺചിരാതുകളിൽ കാർത്തിക ദീപം തെളിയിച്ച് ദേവിയെ മനസ്സിൽ വണങ്ങി നാടെങ്ങും തൃക്കാർത്തിക ആഘോഷിക്കുന്നു. ദേവിയെ ഭക്തിയോടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ദീപങ്ങൾ തെളിയിക്കാൻ. കാരണം ദേവിയെ വരവേൽക്കുവാനായിട്ടാണല്ലോ നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. നമ്മുടെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ദേവി ഇല്ലായ്മ ചെയ്യുന്നു. സന്ധ്യയ്ക്ക് എപ്പോഴാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് വീടും പരിസരവും പൂജാമുറിയുമെല്ലാം തുളസി തീർത്ഥം തളിച്ച് നമുക്ക് ശുദ്ധിയാക്കാം. ഇല്ലെങ്കിൽ ഉപ്പുവെള്ളം തളിച്ചാലും മതി. ഇതിനു ശേഷം വേണം വിളക്ക് തെളിയിക്കുവാനായിട്ട്. അസ്തമയത്തിന് ഒരു 5 മിനിറ്റ് മുൻപെങ്കിലും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണം. നിലവിളക്കിൽ നിന്ന് ഒരു ദീപം പകർന്ന് ചെറിയ മൺചിരാതുകളിൽ എണ്ണ ഒഴിച്ച് തിരി തെളിയിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷവും വീട്ടിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിറയുകയും ഇതിലൂടെ ലക്ഷ്മി സാന്നിധ്യവും ഉണ്ടാകുന്നു. വീടുകളിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതിലൂടെ നമുക്ക് വീട്ടിലുള്ളവർക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുമെന്നുമാണ് വിശ്വാസം. നിറയെ ദീപങ്ങൾ തെളിയിക്കുമ്പോൾ കരിന്തിരി കത്താതെ സൂക്ഷിക്കുക. നമ്മുടെ പൂജാമുറിയിൽ ഒരു നിലവിളക്കെങ്കിലും കുറഞ്ഞത് ഒരു 2.5 മണിക്കൂറെങ്കിലും കെടാതെ സൂക്ഷിക്കുക. ഇതിലൂടെ നമ്മുടെ എല്ലാ ദുരിതങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കാവുന്ന എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും ദേവി ഇല്ലായ്മ ചെയ്ത് നമ്മെ സംരക്ഷിക്കുന്നു. തൃക്കാർത്തിക നാളിൽ വ്രതമെടുക്കുന്നത് കുടുംബത്തിൻ്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനും ഉത്തമമത്രേ. തൃക്കാർത്തിക വ്രതത്തിൽ പൂർണ്ണ ഉപവാസം പാടില്ല. ഒരു നേരം ആഹാരം കഴിച്ച് വ്രതം നോൽക്കാം. സന്ധ്യാസമയം കാർത്തിക ദീപം തെളിയിക്കുന്ന വീട്ടിൽ ദേവി സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. സന്ധ്യാസമയം നിറയെ ദീപങ്ങൾ കൊളുത്തി ദേവി കീർത്തനങ്ങൾ ചൊല്ലാം. ഈ ദിവസം ലളിത സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി സ്തവം എന്നിവ ചൊല്ലുക. തൃക്കാർത്തിക ദിനത്തിൽ നിറയെ പ്രകാശം അല്ലെങ്കിൽ ദീപങ്ങൾ തെളിയിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്ന ദിനമാണ്. മനസ്സും ജീവിതവും പ്രകാശമയമാവുകയും ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ പ്രീതിക്കായാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത്.
ഈ ദിനം 6 നക്ഷത്രങ്ങളാണ് കാർത്തികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രമായ കൃതികമാരാണ്. ശിവപാർവതി പുത്രനായ കാർത്തികേയനെ പരിപാലിക്കുന്നതിനു വേണ്ടിയാണ് കൃതിക ദേവിമാർ ജന്മമെടുത്തത് എന്നാണ് വിശ്വാസം. ശിവൻ തൻ്റെ 3-ാം കണ്ണിൽ നിന്നാണ് ദേവിമാർക്ക് ജന്മം നൽകിയത്. കൃതിക ദേവിമാരെ ആരാധിക്കുന്നത് മുരുക ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമായാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ഈ തൃക്കാർത്തിക ദിനം സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറെ ഉത്തമവുമാണ്. കേരളത്തിലെ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും പ്രധാന ഉത്സവമാണ് തൃക്കാർത്തിക ആഘോഷം. ഇന്നേ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവീസ്തുതികൾ ജപിക്കുന്നതും ദേവീപ്രീതിക്കായി ഏറെ ഗുണകരമാണ്. എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ.